ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കോട്ടയം ജില്ലയിലെ മാംഗോ മെഡോസ് എന്ന് പറഞ്ഞൊരു അഗ്രികൾച്ചർ തീം പാർക്കിലേക്കാണ് ഇന്നത്തെ യാത്ര. കോട്ടയം ജില്ലയിലെ കടത്തുരുത്തിയിൽ ആയാങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒരു 30 ഏക്കറോളം വരുന്ന വിശാലമായൊരു പ്രദേശത്ത് പ്രകൃതി അടുത്തറിയാൻ വേണ്ടിയിട്ട് സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മാംഗോ മെഡോസ് ശരിക്കും അത്ഭുത ലോകം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ശരിക്കും ഇതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ വഴിയേ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇത്. അപ്പോൾ നമ്മളൊരു ഏകദേശം ക്രിസ്മസ് ഹോളിഡേയ്സിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാറും ഡെക്കറേഷൻസൊക്കെ ഇതാണ്ടില്ലേ. കവാടം കടന്ന് അകത്ത് കിടന്നു. ഒരാൾക്ക് 350 രൂപയാണ് എൻട്രി ഫീസ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. പാർക്ക് കാണാൻ വഴി നിന്ന് സന്ദർശകർക്കുള്ളതാണ് കേട്ടോ ആ ടൈം. കൂടാതെ നമുക്കിവിടെ നൈറ്റിൽ സ്റ്റേ ചെയ്യാം കോട്ടേജുകളിലൊക്കെ. അപ്പോൾ അവർക്കാണെങ്കിൽ രാത്രിയും ഇവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമ്മൾ കയറുന്ന ഉടനെ തന്നെ നമുക്കൊരു ഗൈഡിന് കിട്ടും കൂടെ. നമ്മുടെ ടിക്കറ്റിലുള്ളതാണ് ഗൈഡഡ് ടൂർ. അപ്പോൾ അയാളാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും പാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ മീനൂട്ട് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ മീനൂട്ടിനെ പറ്റിയുള്ള ഒരു ഐതിഹ്യമൊക്കെ ഈ ഗൈഡ് പറഞ്ഞു തന്നു. അപ്പോൾ മീനൂട്ട് പാലം എന്നാണ് ഈ പാലം അറിയപ്പെടുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒരു മനുഷ്യനിർമ്മിത ഒരു ചെറിയ ലേക്കാണ്. അപ്പോൾ അതിൽ ഒരുപാട് മീനുകളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് പോകുന്നത്. ഇതൊക്കെ കാണാനായി വരാൻ പറഞ്ഞത്. അമ്പോ എന്തൊരു വലിയ മീനാ. ഭക്ഷണം ഇട്ട് കൊടുത്തോ ഇവിടെ? ഒരു ചെറിയ ബക്കറ്റിൽ മീനിലുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മീൻ കൊടുക്കും. അപ്പോൾ മീനെല്ലാം കഴിക്കാൻ പറ്റുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇവിടെയാണ് വന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടില്ലേ കുറേ പേര് ഇങ്ങനെ ബോട്ടിൽ, അതുപോലെ ഇങ്ങനെ പെഡൽ ബോട്ടും അല്ലാണ്ട് വഞ്ചിയിലും ഒക്കെ ആളുകൾ പോകുന്ന കണ്ടു. അപ്പം ഫസ്റ്റ് തന്നെ ഗൈഡ് ടൂറാണ് നമുക്ക്. അപ്പോൾ ഗൈഡ് ഈ പാർക്കിലത്തെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും. എല്ലാ ആക്ടിവിറ്റീസും നമ്മളെ ജസ്റ്റ് പരിചയപ്പെടുത്തി തരും. അപ്പം അതിന് ശേഷം പിന്നെ നമുക്ക് തന്നെ സ്വതന്ത്രമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ആദ്യം ഗൈഡഡ് ടൂർ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അയാളുടെ കൂടെ പോവുകയാണ്. ഏകദേശം 1 മണിക്കൂറാണ് ഗൈഡിൻ്റെ കൂടെയുള്ള ഈ ടൂറ്. അപ്പോൾ മീനൂട്ടൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഇപ്പോൾ ഉടനെ തന്നെ ഇറങ്ങുന്ന ഉടനെ തന്നെ പല പല വ്യത്യസ്തമായ മരങ്ങളും ചെടികളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ പേരും അതിൻ്റെ പ്രത്യേകതകളൊക്കെ കണ്ടില്ല ഓരോ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഗൈഡാണെങ്കിൽ ഇങ്ങനെ ഓരോരോ മരങ്ങളുടെ ഡീറ്റെയിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഇന്നൊന്നും കാണാൻ പോലും കിട്ടാത്ത മരങ്ങളാണ്. പല പല വ്യത്യസ്തമായ ഔഷധ സസ്യങ്ങളും അങ്ങനെ ആദിവാസികളൊക്കെ പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ചിലതൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം അതാണല്ലോ ഇത് നമുക്ക് തോന്നിപ്പോവും. അപ്പം അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ ഗൈഡ് ഇങ്ങനെ പറഞ്ഞു തന്നു. ശരിക്കും പ്രകൃതി അടുത്തറിയാൻ പറ്റിയൊരു യാത്ര തന്നെയാണ് ഈ മാംഗോ മെഡോസിലേക്ക് വരുന്ന യാത്ര. കുട്ടികൾക്കും എല്ലാവർക്കും ഒരു പ്രകൃതിയോട് അടുത്തിടപഴകാൻ കിട്ടുന്ന ഒരു അവസരം തന്നെയാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ ഒരുപാട് മരങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ മാധവിക്കുട്ടിയുടെ കഥയിലെ നീർമാതളം. അപ്പോൾ നീർമാതളമൊക്കെ ആദ്യമായിട്ടാണ് നേരിട്ട് ഇങ്ങനെ കാണുന്നത്. ചിത്രമൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോരോ മരങ്ങളും അതുമായി ബന്ധപ്പെട്ട കവിതകളുടെ കഥകളുടെ ഡീറ്റെയിൽസും പുരാണത്തിലെ ഓരോ ഭാഗങ്ങളുടെ ഡീറ്റെയിൽസും അങ്ങനെ എല്ലാ സംഭവങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. കടുവാപിടി എന്ന് പറഞ്ഞ മരമാണ് തൊട്ട് മുമ്പ് കണ്ടത്. ആദിവാസികൾ ഇങ്ങനെ അവരുടെ ഊരിന് ചുറ്റും ഇങ്ങനെ നടുന്ന മരമാണ്. അപ്പോൾ അതിൻ്റെ കടന്ന് കടുവ വരില്ല എന്നൊക്കെയാണ് അവരുടെ വിശ്വാസം. പിന്നെ ഇത് കണ്ടില്ലേ ത്രിഫല എന്ന് പറയുമ്പോൾ 3 മരങ്ങൾ ചേർന്നിട്ടാണ്. നെല്ലിക്ക, താന്നിക്ക, കടുക്ക. അപ്പോൾ അത് 3 ഉണ്ടാകുന്ന മരങ്ങളാണ്. അപ്പോൾ അത് 3 ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ പോകുന്ന വഴിക്ക് വിശാലമായി നടപ്പാതയാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് സൈക്കിളൊക്കെ ഇവിടെ നമുക്ക് റെൻറ്റിന് കിട്ടും. റെൻറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകം പൈസയൊന്നും കൊടുക്കണ്ട. നമ്മൾ സൈക്കിൾ ഓടിച്ചിട്ട് തിരിച്ച് കൊടുക്കുമ്പോൾ ആ പൈസ തിരിച്ചു തരും. അപ്പോൾ അതൊക്കെ ചവിട്ടി നമുക്ക് പോവാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഫസ്റ്റ് ഇപ്പോൾ ഗൈഡാണ് നമ്മൾ ഓരോ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ സൈക്കിളിലൊന്നും കയറാത്തത്. ഇതുണ്ടല്ലേ ബാമ്പു, പല പല വ്യത്യസ്ത ബാമ്പുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴീൻ്റെ ഒരു സൈഡിൽ പാടവും പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കൈപ്പത്തീൻ്റെ ഒരു ശില്പം, അതിൻ്റെ ഉള്ളിൽ ഒരു മരം നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഗൈഡ് പറഞ്ഞത് ഇത് ഡയറക്ടേഴ്സ് ഹാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സംവിധായകൻ്റെ കൈ, അങ്ങനെയാണ് ഇവിടെ ഇത് അറിയപ്പെടുന്നത്. അതായത് ഈ അഗ്രികൾച്ചർ തീം പാർക്ക് സ്ഥാപിച്ചത് NK കുര്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ അതേ മാതൃകയിലാണ് പോലെ ഈ കൈ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിൽ ഈ ഇവിടുത്തെ എല്ലാ മരങ്ങളും ചെടികളും മൃഗങ്ങളും എല്ലാം ഭദ്രമാണെന്നുള്ളതിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളതെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഇത് ഊത് മരമാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഊതിൽ നിന്ന് എങ്ങനെയാണ് അത്ര കിട്ടുന്നതെന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ച് തന്നത്.
അപ്പോൾ ഇങ്ങനെ ആ പാർക്കിൻ്റെ വേറൊരു ഭാഗത്ത് എത്തിയിട്ട് അപ്പോൾ ഇവിടെ ഒരു കടവുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വഞ്ചിയിലേക്ക് യാത്ര ചെയ്യാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ പാർക്കിൽ കയറി നമ്മുടെ ടിക്കറ്റിൻ്റെ കൂട്ടത്തിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമ്മളിത് വേറൊരു സൈഡിലെത്തി. ഇവിടെ വാലന്റൈൻസ് കോർണർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ കുറേ ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും അതുപോലെ ഒരു കുട്ടിയുടെയൊക്കെ പ്രതിമ അവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് വ്യത്യസ്തമായ മുളകളാണ് ഇവിടെ. മുളകളുടെ ഒരു ഏരിയയാണ്. ഓരോ നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഒന്നാന്ന് തോന്നും, പക്ഷെ ഓരോന്നും ഓരോ ടൈപ്പ് മുളകളാണ്. അപ്പോൾ ഓരോ മുളകൾ എന്താണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. നല്ല കാറ്റും ആ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ പുഴ ഒഴുകുന്നുണ്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. ഇതുണ്ടല്ലോ പ്രണയിക്കാൻ ഒരിടം എന്നൊക്കെ പറഞ്ഞാണ് വാലന്റൈൻസ് കോർണർ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും മുമ്പോട്ട് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുണ്ടല്ലേ കുറേ ഔഷധ സസ്യങ്ങൾ. അപ്പോൾ ഈ കാണുന്നതാണ് കരിനൊച്ചി എന്ന് പറയുന്ന സസ്യം. അപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള സസ്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും ഗുണങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. മരപുരി സന്യാസിമാർ വസ്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ നക്ഷത്രവനം എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലെത്തിയിട്ടു. അപ്പോൾ ഇവിടെ നമ്മുടെ 27 നക്ഷത്രങ്ങളുണ്ടല്ലോ, അശ്വതി, ഭരണി, കാർത്തിക അങ്ങനെ തുടങ്ങി രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും മരങ്ങൾ, ഓരോ നാളിൻ്റെയും മരങ്ങൾ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ നാളിൻ്റെ മരമൊക്കെ ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇപ്പോൾ ഇയാളൊന്ന് കാണിച്ചു തന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ വീണ്ടും ഗൈഡഡ് ടൂറായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇവിടെ വന്നിട്ട് വിശദമായിട്ട് എല്ലാ മരങ്ങളും കാണാമെന്നൊക്കെ വിചാരിച്ച് പോവുകയാണ്. ഇതല്ല ചുവട് താങ്ങിയാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. പണ്ട് കാലത്ത് ആളുകൾ ഇങ്ങനെ ചുവടൊക്കെ ആയിട്ട് തലച്ചുമടായിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് വിശ്രമിക്കുന്ന സാധനമാണ് ചുമട് താങ്ങിയൊക്കെ. ഇപ്പോൾ കുട്ടികളുടെ പുസ്തകത്തിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അതിൻ്റെ പടം. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനലാണ് അവിടെ നിൽക്കുന്നത്. പിന്നെ താണ്ടില്ലേ വളരെ അപൂർവമായിട്ടുള്ള കുറേ ഔഷധ സസ്യങ്ങളൊക്കെയാണ്. പിന്നെ താണ്ടില്ലേ വയലിൻ്റെ സൈഡിൽ ഇങ്ങനെ വയൽക്കാറ്റേറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളും പിന്നെ അവിടെ ഒരു കർഷകൻ ഒരു കലപ്പയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് ചെല്ലുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇളനീർ പന്തലും അതുപോലെ അതിൻ്റെ ഇപ്പുറ സൈഡിൽ ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്കിങ്ങനെ മൺപാത്രം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അയാൾ നമ്മളെ സഹായിക്കും. അപ്പം നമ്മുടെ പേരെഴുതിയ മൺപാത്രം നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ടിക്കറ്റിൽ അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ജസ്റ്റ് അതൊക്കെ കണ്ടിട്ട് നമ്മളങ്ങ് പോവാണ്. ഇത് കണ്ടില്ലേ ഒരു ബൈബിൾ ശില്പമാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായി. അപ്പോൾ നമ്മളിത് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുവാണ്. 4 ടൈപ്പ് റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളെന്തായാലും ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ അവിടെ ഊണും പല കറികളൊക്കെ ആയിട്ട് ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറും കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പൈസ നമ്മൾ പ്രത്യേകം ബില്ലാക്കണം. നമ്മൾ ഈ ടിക്കറ്റിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും കുട്ടികൾ അങ്ങോട്ട് പോകണമെന്നതിൻ്റെ ബഹളമായി. ഇപ്പോൾ എന്തായാലും ഊണെല്ലാം കഴിഞ്ഞിട്ട് പാർക്കിൽ പോയി. അപ്പോൾ അവിടെ കുറച്ച് നേരം കളിക്കാനൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും നല്ല രസമാണ്. പിന്നെ ഇതുണ്ടല്ലോ ബാലരമേൻ്റെ ഒരു തീമിലുള്ളൊരു പാർക്കും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു മിനിയേച്ചർ മോഡലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലാണെങ്കിൽ ഒരു വാച്ച് ടവറും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പിന്നെ കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ തൊട്ടപ്പുറത്ത് തത്വമസി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കുളവും കൽപ്പടവും ഒക്കെ ആയിട്ട് ശരിക്കും ഒരു പഴയ കാലത്തെ ഒരു ഓർമ്മകളൊക്കെ ആയിട്ടൊരു സെറ്റപ്പ്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. പഴയകാല സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഏരിയ പോലെ തോന്നി. പിന്നെ ഇവിടെ കണ്ടില്ല ഒരു പരശുരാമൻ മഴുവൊക്കെ എറിയുന്നൊരു പ്രതിമയുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു കുളവും നല്ല രസമാണ്. ചേട്ടാ നോക്കി ഇവിടെ താമരപ്പൊയ്ക എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ താമര ചെടികളുണ്ട്. പൂക്കളൊന്നും അധികം കാണാൻ പറ്റിയില്ല. ഒരു 2 താമരപ്പൂക്കളെ കണ്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊക്കെ നിറയെ പൂക്കളുണ്ടാവും തോന്നുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇപ്പോൾ നീലുകുട്ടൻ പാർക്കിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു.
കോതമംഗലത്തില്. അപ്പോൾ അതിനുശേഷം എന്താ ലണ്ടൻ ബസ്സിൻ്റെ മോഡലിലുള്ള ഇതുണ്ടല്ലേ, ആ മുകളിൽ കയറി ഇരുന്നിട്ട് പോകാൻ പറ്റുന്ന ഒരു ചെറിയ ബസ്. അപ്പോൾ നമ്മൾ അതിൽ നമ്മളെ പാർക്ക് ഫുള്ള് ചുറ്റി കാണിക്കും. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്തപ്പം അതിന് എക്സ്ട്രാ ആയിട്ട് 100 രൂപ പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാർക്കിൽ കയറാനായിട്ട് ഒരാൾക്ക് 350 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബോട്ടിങ്, മീനൂട്ട്, അതുപോലെ കൊട്ടവഞ്ചി സവാരി, അതുപോലെ കെട്ടുവള്ളത്തിലുള്ള യാത്ര, അങ്ങനെ കുറേ പെഡൽ ബോട്ട്, അതൊക്കെ നമുക്ക് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ബസ്സിലുള്ള യാത്ര നമ്മൾ പിന്നെ കുട്ടികൾക്കൊക്കെ ഒരു രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ 100 രൂപ കൊടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ പാർക്ക് ഫുള്ളിങ്ങനെ ചുറ്റി കാണിക്കും. അപ്പോൾ ഇതിലിങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടും കേട്ടോ, പാർക്കിൻ്റെ വിശാലമായൊരു വ്യൂ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് വരാത്ത സ്ഥലം ഏതാണെന്നൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. മുമ്പ് ഗൈഡിൻ്റെ കൂടെ നടന്നപ്പോൾ എന്ന് വെച്ചാൽ ഈ നടപ്പാതയിൽ കൂടെ എല്ലാം ഫുള്ള് നടക്കുമായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും മടുത്തായിരുന്നു കുട്ടികളെല്ലാം കൂട്ടി നടക്കുമ്പോൾ. എന്തായാലും ബസ്സിലുള്ള യാത്ര കുറച്ച് നല്ല രസകരമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സൈക്കിൾ സവാരിയൊക്കെ ഇവിടെ നമുക്ക് പറ്റുമെന്ന്. നമുക്ക് റെൻറ്റിന് സൈക്കിൾ എടുത്തിട്ട് ഇതുവഴി എല്ലാം കറങ്ങി നടക്കാം. ഇപ്പോൾ പല പല സൈക്കിളുണ്ട്. കുട്ടികൾക്കുള്ള സൈക്കിൾ, അതുപോലെ 2 പേരിരുന്ന് ചവിട്ടാവുന്ന സൈക്കിൾ, അതുപോലെ 4 പേരിരുന്നിട്ട് ഇങ്ങനെ ചവിട്ടാവുന്നൊരു കാറിൻ്റെ പോലത്തെ കണ്ടില്ലേ മോഡലിലുള്ള സൈക്കിൾ, അതിന് 2 പേർക്ക് ചവിട്ടാൻ സൈക്കിളൊക്കെ ഉണ്ട്. പല പല വെറൈറ്റി സൈക്കിളുണ്ട്. പക്ഷേ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ തീരെ ചെറിയ കുട്ടികൾക്കുള്ള സൈക്കിളില്ല. അതായത് ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, 3, 4, 5 പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചവിട്ടാവുന്ന കുഞ്ഞു സൈക്കിളുണ്ടല്ലോ, അങ്ങനത്തെ സൈക്കിൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ സൈക്കിൾ സെക്ഷൻ്റെ അവിടെ പോയപ്പം ദേവൂട്ടിന് സൈക്കിൾ ചവിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പം അവന് പറ്റിയ സൈക്കിൾ ഉണ്ടായില്ല. ഇതാണല്ലേ പോകുന്ന വഴിക്ക് ട്രീ ഹൗസ്. അപ്പോൾ അവിടേക്ക് നമുക്ക് താമസിക്കാം കേട്ടോ. അപ്പോൾ ഈ മാംഗോ മെഡോസ് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇങ്ങനെ പൊതുജനങ്ങളൊക്കെ ആയിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടാണ്ട് ഇതിൻ്റെ ഉള്ളിൽ പല പല റിസോർട്ടുകളുണ്ട്. 3-4 ടൈപ്പ് റിസോർട്ടുകളുണ്ട്. അവിടെ നമുക്ക് ഒരു ദിവസത്തേക്കായിട്ട് റൂം റെൻറ്റിന് എടുത്തിട്ട് നമുക്ക് താമസിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് രാത്രിയൊക്കെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ ബസ്സിലത്തെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ പോകുന്നത് ഒരു വയലിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഏരിയയിൽ ഫുള്ള് പച്ചക്കറി കൃഷികളാണ് കേട്ടോ. പല പല വെറൈറ്റി പച്ചക്കറികളാണ് ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലാണെങ്കിൽ നാടൻ പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ട് അതിന് ഇരിക്കാനുള്ള ഏരിയയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ മാംഗോ മെഡോസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഫുഡിനായിട്ടൊക്കെ എടുക്കുന്ന പച്ചക്കറികളൊക്കെയാണ് അവിടെ ഉള്ളത്. ഇതുകൊണ്ടല്ലേ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ ഇനി പിന്നെ വരണം. അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ ഇതിൻ്റെ പ്രവർത്തനം. അതായത് പൊതുജനങ്ങൾക്ക് ഇവിടെ റൂമെടുത്ത് നിൽക്കുന്നില്ലാത്തവർക്കുള്ള സന്ദർശന സമയം. ഇപ്പോൾ ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് ചെയ്യാൻ. ശരിക്കും രാവിലെ 10 മണിക്ക് തന്നെ വന്നാലാണ് നമ്മൾ വൈകിട്ട് 5 മണിക്ക് പോകുമ്പോഴേക്കെങ്കിലും ഒരു പകുതിയിലധികം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ തന്നെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. ഒരു 12 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ പിന്നീടാണ് അതൊരു നഷ്ടമായെന്ന് തോന്നിയത്. കാരണം ഒരുപാട് ആക്ടിവിറ്റികളുണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. നമ്മളെടുക്കുന്ന 350 രൂപ ടിക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഫിഷ് ഫീഡിങ് ചെയ്തില്ല, അതുപോലെ തന്നെ മൺപാത്ര നിർമ്മാണം, അതുപോലെ തെങ്ങ് കയറ്റം, പിന്നെ വാട്ടർ വീല് കറക്കൽ, അതുപോലെ ഇത് കണ്ടില്ലേ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ പാർക്കുകൾ, ഇൻഡോർ പ്ലേ ഏരിയകൾ, അവിടെ തന്നെ ഷൂട്ടിങ്, അമ്പെയ്ത്ത്, അങ്ങനെ ഒരുപാട് ഗെയിമുകൾ, പിന്നെ നമുക്ക് ബോട്ട് സർവീസ്, പെഡൽ ബോട്ട്, ചൈനീസ് ഫിഷ് നെറ്റ് എക്സ്പീരിയൻസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, ഓടി നടന്നിട്ട് ഓരോന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് ഒരു തേയിലത്തോട്ടം. ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പണ്ട് കാലത്തെ പോലത്തെ ചായക്കട ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പഴയ സിനിമാ പോസ്റ്ററുകളൊക്കെ പതിച്ചിട്ട് പണ്ട് കാലത്ത് ഇങ്ങനെ ഈ വിറകടുപ്പിൽ തയ്യാറാക്കുന്ന ചായ, അപ്പോൾ അതിൻ്റെ അതേ മോഡലുള്ള ചായക്കടയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, പഴയ കാലത്തെ കടികളും ഒക്കെ ആയിട്ട്. അപ്പം അവിടേക്ക് ഇനി വൈകുന്നേരം ആകുമ്പോൾ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ബസ് സർവീസ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടല്ലേ ഈ ബസ്. ഇപ്പോഴാണ് പുറത്തുനിന്നുള്ളൊരു വീഡിയോ കിട്ടിയത് ബസ്സിൻ്റെ, ലണ്ടൻ ഡെക്കർ എന്നൊക്കെ ചോദിച്ചേക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ ഇത്ര നേരം പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ പാർക്കൊന്ന് നടന്ന് കാണാം, പിന്നെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് പോവാണ്. അപ്പോൾ കണ്ടല്ലേ ഫസ്റ്റ് തന്നെ കണ്ടത് ഒരു ബൈബിളിൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ പ്രതിമയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഒരു വയലിൻ്റെ തീരത്തെത്തിയിട്ടോ. അപ്പോൾ അവിടെ ആ വയലിനോട് ചേർന്നിട്ട് ഒരു പുഴയും പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണെങ്കിൽ ഇരിപ്പിടമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബേഡ്സിനെ വാച്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയമുണ്ടായിരുന്നു, അധികം ബേഡ്സിനൊന്നും അങ്ങനെ കണ്ടില്ല. പിന്നെ അധികം നേരം അവിടെ ഇരുന്നങ്ങനെ വാച്ച് ചെയ്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ താഴെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ചൂണ്ടകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ ചൂണ്ടകൾ. അപ്പം അവിടെ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടുന്ന എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ചൂണ്ടയൊക്കെ ഇട്ടു ഇങ്ങനെ നിന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു ട്രെയിന് പോകുന്നുണ്ടല്ലേ, ടോയ് ട്രെയിൻ പോലത്തെ. അപ്പോൾ നമുക്കത് ആ ടോയ് ട്രെയിനിന് നമുക്ക് പ്രത്യേകം ടിക്കറ്റ് എടുക്കണം കേട്ടോ, അതിൽ പോകണമെങ്കിൽ. അതിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ പോയ പോലെ തന്നെ ആ ടോയ് ട്രെയിനിൽ നമ്മളിങ്ങനെ ഇവിടെ ഫുള്ള് ചുറ്റി കാണിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇട്ട് നോക്കി, പക്ഷേ മീനൊന്നും കിട്ടിയില്ല കേട്ടോ.
പിന്നെ മീനെല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ക്ഷമയോടുകൂടിയും അധികം ശബ്ദം ഉണ്ടാക്കാണ്ടൊക്കെ നിൽക്കണമല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കുറച്ച് ചൂണ്ടയൊക്കെ ഇട്ട് കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചൂണ്ടയൊക്കെ കൈകൊണ്ട് വിടുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ബോട്ടിൽ കയറണം. ബോട്ടിൽ കയറുന്നതിന് മുമ്പ് ആദ്യം കണ്ടില്ല നക്ഷത്രവനം, അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഓരോരുത്തരുടെ നാളിൻ്റെ ഈ മരങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതെല്ലാം ജസ്റ്റ് കാണുവാണ് കേട്ടോ. ഇതിൽ അത്തി, കാർത്തിക നാളിൻ്റെ നക്ഷത്രമാണ് അത്തി. പിന്നെ രോഹിണി നാളിൻ്റെ ഞാവൽ മരം. അപ്പോൾ അങ്ങനെ എല്ലാ നാളിൻ്റെ മരങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ബോട്ടിൽ കയറണം. പിന്നെ ചിൽഡ്രൻസ് പാർക്കിൽ ആദ്യം ഒന്ന് കയറി. അത് കഴിഞ്ഞിട്ട് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഉണ്ട്. പിന്നെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കണം. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ മൺപാത്ര നിർമ്മാണം, അതിനൊന്നും ഇരിക്കാനായിട്ട് സമയമില്ല. അപ്പോൾ ശരിക്കും രാവിലെ തന്നെ വരേണ്ടതാണ്. അപ്പോൾ ഇവിടേക്ക് ഈ മാംഗോ മെഡോസിലേക്ക് വരുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ തന്നെ വരിക. അതായത് ഒരു 9:30 ഇങ്ങോട്ടേക്ക് എത്തുക. അപ്പോൾ 9:30 വന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറുവാണെങ്കിൽ 10 മണി തൊട്ട് തന്നെ നമുക്ക് വ്യത്യസ്തമായ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ടിക്കറ്റിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെയാണ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ബസ്സിലുള്ള യാത്ര, അതുപോലെ ടോയ് ട്രെയിനിലുള്ള യാത്ര, പിന്നെ ചിക്കാര വെള്ളം, പെൻഡുലം റൈഡ്, റോപ്പ് വേ, അങ്ങനെ കുറച്ച് പെയ്ഡ് സർവീസുകൾ കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ എൻജോയ് ചെയ്യണമെങ്കിലും അതുപോലെ വയലിൻ്റെ തീരത്തൊക്കെ കുറേ നേരം കാറ്റെല്ലാം കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിലും അപ്പോൾ അതിനൊക്കെ ടൈം കിട്ടണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ വരണം. അപ്പോൾ അങ്ങനെ നേരത്തെ വന്നാലാണ് നമുക്ക് 4 മണിക്ക് ശേഷം നമുക്ക് കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ സ്പെൻഡ് ചെയ്യാനൊക്കെ സമയം കിട്ടത്തുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങാനേ സമയമില്ല. പിന്നെ രാത്രിയും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഒരുപാട് ടൈം ഉണ്ടാകും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് പല പല കോട്ടേജുകളുണ്ട് ഇവിടെ മാംഗോ മെഡോസിൽ. കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള മാംഗോ ഹണിമൂൺ കോട്ടേജ് ഉണ്ട്. പിന്നെ വലിയ ഫാമിലി ആയിട്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുകുടുംബം കോട്ടേജ് ഉണ്ട്. പിന്നെ പാടി പ്രീമിയം കോട്ടേജ് ഉണ്ട് വയലിൻ്റെ തീരത്തുള്ള. അതുപോലെ ലക്ഷറി കോട്ടേജ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കോട്ടേജുകൾ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പബ്ലിക് സ്വിമ്മിംഗ് പൂൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ടിക്കറ്റിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. അതിനായിട്ട് നമ്മൾ പ്രത്യേകം ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മൺപാത്ര നിർമ്മാണത്തിൻ്റെ സൈഡിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ സമയം പോയതുകൊണ്ട് ഞങ്ങൾ മൺപാത്ര നിർമ്മാണത്തിനൊന്നും കയറിയിട്ടില്ല. അപ്പോൾ അതിനടുത്തുണ്ട് ഒരു ഇളനീർ പന്തലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കരിക്കൊക്കെ വാങ്ങി കുടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടിക്കറ്റിലുള്ളതാണ് ഈ ബോട്ട് സവാരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴേക്കും തന്നെ ശരിക്കും വൈകുന്നേരമായി. അപ്പം ഈ ബോട്ട് എന്തായാലും നമ്മൾ അതിന് ടിക്കറ്റ് എടുത്താണല്ലോ. അപ്പം ഇനിയിപ്പോൾ ഈ യാത്ര ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ നേരെ ഇതിൽ വന്ന് കയറിയതാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു പാടത്തിനോട് ചേർന്നുള്ളൊരു പുഴയെക്കൂടിയാണ് യാത്ര. ഒരു കെട്ടുവെള്ളമാണ്, നല്ല രസമായിരുന്നു അതിൽ കൂടി ഇങ്ങനെ പോകാനായിട്ട്. എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദേവൂടിനും നീലൂടിനും എല്ലാം പുഴയും വെള്ളവും പാടവും ബോട്ടും എല്ലാം കണ്ട് നല്ല രസമായിരുന്നു എന്തായാലും. പിന്നെ വൈകുന്നേരത്തെ പാടത്തു നിന്നും പുഴയിൽ നിന്നൊക്കെയുള്ള കാറ്റൊക്കെ ഇട്ട് എന്തായാലും നല്ല പ്രകൃതിരമണീയമായൊരു ബോട്ട് യാത്രയായിരുന്നു. കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് തിരിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റോളം കണ്ടാണ് ഈ ബോട്ട് യാത്ര എടുത്ത്. 15-20 മിനിറ്റ് കണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരുടെ ഫോട്ടോയൊക്കെ ബോട്ടിലത്തെ ആളെടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ബോട്ട് യാത്ര എല്ലാം കഴിഞ്ഞിറങ്ങി. പിന്നെ അവിടെ കണ്ടില്ലേ ഇതുപോലെ പെഡൽ ബോട്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇനിയും കയറാനായിട്ട്. പക്ഷേ അതിനൊന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും വൈകുന്നേരം 5 മണി ആവാനായി. അപ്പം തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് കണ്ടില്ലേ ഒരു സർപ്പക്കാവ് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത സർപ്പക്കാവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പഴയകാല ഒരു കേരള തനിമയുടെ എല്ലാ ഒരു മിനി പതിപ്പ് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫാം ഹൗസും കുറേ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്, ഫാം അനിമൽസിനെയൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയില്ല, ആ സെഷനിലേക്ക് പോകാനുള്ള സമയം തന്നെ കിട്ടിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കണ്ടില്ല ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക്, ഇങ്ങനത്തെ റൈഡ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ടിക്കറ്റിൽ ഫ്രീ ആയിട്ട് ഇൻക്ലൂഡഡാണ്. അപ്പോൾ അതിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലൊന്ന് കയറി പോയിട്ട്, കാരണം കുട്ടികൾക്ക് ഇതൊക്കെയാണല്ലോ കൂടുതൽ രസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ലേ ഒരു തീം ATM കണ്ടതാണ് ഇവിടെ. അതായത് ബാലരമയുടെ തീമിലുള്ളൊരു ATM ആണ്. പുറത്ത് കണ്ടില്ലേ ഡാഗിനിയും കുട്ടൂസനും ലുട്ടാപ്പിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വെറുതെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ
അതിൻ്റെ ഉള്ളിൽ ഹൊറർ സൗണ്ടൊക്കെ ഇട്ട് ഹൊറർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചായ കുടിക്കാനായിട്ട് ആദ്യം കണ്ട ആ ചായക്കടയിലേക്ക് വന്നപ്പോൾ തന്നെ നോക്കി വെച്ചിരുന്നുണ്ട്. വൈകുന്നേരം അപ്പോഴത്തേക്ക് 5 മണിയായി, ആ ക്ലോസ് ചെയ്യുന്ന ടൈമായി. അപ്പോൾ ചായക്കടകളൊക്കെ തീരാറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റാണ് നമ്മൾ ആ പൈസ കൊടുത്തൊരു ടോക്കൺ എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചായ കിട്ടുക. അപ്പോൾ അതിനോട് ചേർന്നിട്ടാണ് ഇത് കണ്ടില്ലേ വയലിലൊരു വാട്ടർ വീല്, പണ്ട് കാലത്ത് ഇങ്ങനെ വയലിൽ വെള്ളം തേവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചക്രമാണിട്ടത്, ജലചക്രം. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്കി അതിന് ശേഷം എന്താ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക് വന്നപ്പോഴേക്കും വൈകിട്ട് 5 മണി ആയിരുന്നല്ലോ. അപ്പോഴേക്കും എന്താ സ്വിമ്മിംഗ് പൂൾ ക്ലോസ് ചെയ്തു. പിന്നെ സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അതിനോട് ചേർന്നിട്ട് വാഷ്റൂമൊക്കെ ഉണ്ട്, അവിടേക്കൊന്ന് പോയി ഫ്രഷായി പിന്നെ ഇതാ തിരിച്ച് അപ്പോഴത്തേക്കും എന്താ ഇറങ്ങാനായിട്ടോ. എന്തായാലും നല്ല രസകരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മാംഗോ മെഡോസ്. കോട്ടയം ജില്ലയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. കുട്ടികളെ കൂട്ടി പോയാൽ നമുക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ പിന്നെ കാണാം. അതുവരേക്കും ബൈ.